ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്മൻപൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്മനീർപ്പൂവിൽ 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ശ്രുതിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന നീലിമ, 2 രേവതിയെ കാണാൻ ഓടിയെത്തുന്ന അച്ചമ്മ, സ്നേഹനിധിയായ അച്ചമ്മ. അപ്പോൾ കഥ ഞാൻ പറയാം. അപ്പോൾ രേവതിക്കും കുടുംബത്തിന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് രേവതിയുടെ അമ്മ ലക്ഷ്മി യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് വീണ്ടും മോളെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊരു സ്നേഹനിധിയായ ഒരു അമ്മയാണ് നമ്മൾ ചെമ്മനീർപ്പൂവിൽ കാണുന്നത്. ഇപ്പോൾ കരയാണ് ലക്ഷ്മി. കാരണം മോളെ, എനിക്ക് നിന്നെ ഓർത്ത് സങ്കടം വന്നിട്ട് നിസ്സഹായിയാണ്. കാരണം അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൂ കെട്ടിയിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജോലികളൊന്നും നടക്കില്ല. അവർക്ക് ആ വരുമാനത്തിലല്ല അവർ ജീവിക്കുന്നത്. അങ്ങനെ രേവതിനെ കെട്ടിപ്പിടിച്ച് അമ്മ എന്താ അത്, അമ്മ വിഷമിക്കുന്നു വേണ്ട, അതൊക്കെ വേഗം മാറും പറഞ്ഞിട്ട് രേവതി അമ്മയെ ആശ്വസിപ്പിക്കുക. എന്നിട്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങണ സമയത്ത് ഇവർ പോകുമ്പോൾ പൊട്ടിക്കരയാണ് രേവതി. കാരണം അമ്മയുടെ ഒരു സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവും മോള്. പക്ഷെ അമ്മ നിസ്സഹായം എന്നറിഞ്ഞിട്ട് അമ്മയെ പറഞ്ഞു വിടുന്ന ആ ഒരു മോളുടെ നല്ല മനസ്സ് നമ്മൾ കാണണ്ടേ. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് നീലിമ ഒരു കൊട്ടേഷൻ ടീമിനെ ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ പറയാം, ഹലോ എന്താണ് ചോദിക്കുമ്പോൾ എനിക്കൊരു കൊട്ടേഷൻ തരാനാണ്. അപ്പോൾ ആരാ ചോദിക്കുമ്പോൾ ആരാന്ന് അറിഞ്ഞാലും നിങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കുള്ളൂ എന്ന് ചോദിക്കും. അല്ല, വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എത്രയും പെട്ടെന്നൊരു കൊട്ടേഷൻ വേണം, നിങ്ങൾ പറയുന്ന കാശ് ഞാൻ തരാമെന്ന് പറയുമ്പോൾ പറയും ശരി, അപ്പോൾ പറഞ്ഞോളൂ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ പറയും അല്ല, ഇത് നമുക്ക് നേരിട്ട് സംസാരിക്കാം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരാൻ പറയുമ്പോൾ പറയും അയ്യോ ഞങ്ങൾക്ക് 2 ദിവസം ഒഴിവില്ല. പറയും ശരി, രാത്രി ഒഴിവുണ്ടാവുള്ളൂ. പറഞ്ഞാൽ ശരി നിങ്ങൾ വിളിക്കുക, അപ്പം ഞാൻ വരാമെന്ന് പറയും നീലിമ. അങ്ങനെ നീലിമ ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നീലിമ ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. അവളിങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എത്തണ വരെ ഞാൻ അവനെ ടോർച്ചർ ചെയ്യും, ആ പൈസ എനിക്ക് തിരിച്ചു മേടിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് നീലിമ. നീലിമയുടെ പ്രതികാരത്തിൻ്റെ ഒരു മുഖമാണ് നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞു പിന്നെ രേവതി ഇങ്ങനെ കിടക്കയിലിരിക്കുകയാണ്, ബോറടിച്ചിട്ട് തന്നെ കേട്ടോ ഇരിക്കണം. ആ സമയത്ത് രവീന്ദ്രൻ ചായ ഉണ്ടാക്കി ചായയും കൊണ്ട് പോകണം. അയ്യോ അച്ഛ, എനിക്കെന്തിനാ ഈ സമയത്ത് ചായ എന്നൊക്കെ പറയുമ്പോൾ അല്ല മോൾ ഇവിടെ ഇരിക്കല്ലേ, മോൾ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കൊടുക്കും. ചായ കൊടുത്തിട്ട് രവീന്ദ്രൻ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് മോൾക്ക് ഇപ്പോൾ നേരം പോകണമെങ്കിൽ ഇവിടെ ചന്ദ്ര ഉണ്ടെങ്കിൽ മോളുടെ മെക്കിട്ട് കയറി നേരം പോയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അവർ അച്ഛനും മോളും കൂടി ഓരോ കുശലം പറഞ്ഞ് തമാശകൾ പറഞ്ഞിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയുടെ എൻട്രി. സച്ചി എന്താ കൊണ്ടുവരുന്നതെന്നറിയോ? സച്ചി ബോറടിക്കുന്ന രേവതിയെ ഒന്ന് താങ്ങും തണലുമായിട്ട് മാറാൻ വേണ്ടിയിട്ട് രേവതിക്കൊരു ബോറടി മാറ്റാൻ വേണ്ടി രേവതിക്കൊരു വീൽ ചെയറാണ് സച്ചി കൊണ്ടുവരുന്നത്. സച്ചി എന്നിട്ട് ആ വീൽ ചെയറും കൊണ്ട് റൂമിലേക്ക് കയറി വരികയാണ്. ഓ, അച്ഛനും മോളും ഭയങ്കര ചിരിയും കളിയും തമാശയുള്ള, എന്താ ഒന്ന് പറ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ വീൽ ചെയർ കാണുമ്പോൾ രവീന്ദ്രൻ പറയും, ഓ നിനക്ക് ഇപ്പോഴെങ്കിലും ഇതൊന്നും വാങ്ങാൻ തോന്നിയില്ല സച്ചി, എൻ്റെ മോൾ ഇവിടെ ബോറടിച്ചിരുന്ന് മടുത്തുണ്ടാവും എന്ന് പറയുന്ന ആ രേവതി ഇതിലിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി രവീന്ദ്രനും കൂടിയിട്ട് രേവതിനെ വീൽ ചെയറിലേക്ക് ഇരുത്തിയിട്ട് പറയുകയാണ്, എനിക്ക് സ്നേഹമില്ലാത്തതെന്നല്ല, ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പോയതെന്നൊക്കെ പറയുകയാണ്. സ്റ്റേഷനിൽ പരാതി കൊടുത്തോടെ ചോദിക്കുമ്പോൾ ആ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പറഞ്ഞിട്ട് സച്ചി ഒന്ന് ഉരുളാണ്. പക്ഷേ രവീന്ദ്രൻ അത് ശ്രദ്ധിക്കില്ല. രവീന്ദ്രൻ ആ ശരി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ താഴ്ത്തിക്ക് പോകും. പക്ഷേ രേവതി അത് ശ്രദ്ധിക്കുന്നുണ്ട്. രേവതി ചോദിക്കും, സച്ചിൻ്റെ ഷർട്ട് എന്താ ചുളുങ്ങിയിരിക്കണേ, സച്ചിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൻ്റെ അവിടെ എന്താ കീറിയേക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കീറിയ എന്താ നീ പറയണേ, സച്ചിയുടെ സത്യം പറഞ്ഞോ, അച്ഛനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാ, ഞാൻ സച്ചിയേട്ടനെ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇരിക്കണം. സച്ചിട്ട് എന്തോ ഒപ്പിച്ചിരിക്കണം, സച്ചിയുടെ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകണം. അതെ, ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ പോയി പരാതി കൊടുക്കാൻ പോയത്. ഞാൻ പറയാം എന്താണെന്ന്, സച്ചിയുടെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആ ദേഷ്യത്തിന് സച്ചിയേട്ടൻ പോയിട്ട് അവനെ തല്ലിയില്ലേ ചോദിക്കും. അപ്പോൾ സച്ചി ഒന്നും മിണ്ടണില്ല. അപ്പോൾ രേവതിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിനെ സ്നേഹപൂർവ്വം വഴക്ക് പറയണ സമയത്ത് അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായി രവീന്ദ്രൻ ഒരു ഓട്ടോ വന്ന് നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അച്ഛമ്മയുടെ വരവ്. പക്ഷേ ഇത്ര പെട്ടെന്ന് വരും നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. നോക്കുമ്പോൾ ഓട്ടോന്ന് ഇറങ്ങണത് ആരാ? സാക്ഷാൽ രേവതിയുടെ സ്നേഹനിധിയായ അച്ഛമ്മയാണ്. അച്ഛമ്മ ഓട്ടോന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ രവീന്ദ്രൻ സന്തോഷം കൊണ്ട് ആയി അമ്മ പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ പറയും, വേണ്ട നീ എന്നെ തൊടരുത് പറയും. 150 രൂപയായി പറയും ഓട്ടോക്കാരൻ. പൈസ ഞാൻ കൊടുക്കാം അമ്മയെ പറയുമ്പോൾ വേണ്ട ഞാൻ കൊടുത്തോളാം പറഞ്ഞിട്ട് പൈസ കൊടുക്കും. രവീന്ദ്രൻ താ അമ്മയെ ബാഗ് ഞാൻ പിടിക്കാൻ പറയുമ്പോൾ വേണ്ട നീ എൻ്റെ ബാഗ് തൊടണ്ട, ഇത്രയും ദിവസമായിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ തോന്നിയില്ല പണ്ട് ചെറിയ കുട്ടികളുടെ പോലെ രവീന്ദ്രൻ്റെ ചെവി പിടിച്ച് കിഴുക്കുകയാണ് രവീന്ദ്രൻ്റെ അമ്മ. ഓ അമ്മയെ ചെവി വേദനിക്കുന്ന ഇത് നിനക്കുള്ള ശിക്ഷയടാ, എൻ്റെ മോൾക്ക് ഇത്രയും പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു അക്ഷരം എന്നോട് പറയാൻ തോന്നില്ലല്ലോ, ഞാൻ എന്നോട് വിളിച്ച് പറയാൻ തോന്നിയിട്ട് പിന്നീടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചെവി പിടിച്ച് കിഴുക്കിയിട്ട് ഇങ്ങനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയും, താ അമ്മ ബാഗ് ഞാൻ പിടിക്കാം. വേണ്ട എൻ്റെ ബാഗ് ഞാൻ പിടിച്ചോളാം, രേവതി മോളെ എവിടെ വയ്ക്കുമ്പോൾ അവൾ റൂമിലുണ്ട് പറയും. അങ്ങനെ അച്ഛമ്മ രേവതിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് രേവതി ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ് വീൽ ചെയറിൽ. അപ്പോൾ അച്ഛമ്മേനെ കാണുമ്പോൾ അയ്യോ അച്ഛമ്മയെ വിളിക്കും.
അയ്യോ അച്ഛമ്മ വന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ഛമ്മ കരഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ മോളെ ഞാൻ എന്താ ഇക്കാന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അച്ഛമ്മ, ഒരു 5-6 ആഴ്ചത്തെ പണിയല്ലേ, അത് വേഗം കഴിഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രനും പിന്നാലെ വരികയാണ്. എന്നിട്ട് പറയാണ് സാരമില്ല അച്ഛമ്മ അതൊക്കെ മാറി, എൻ്റെ മോൾക്ക് വേദനിക്കുന്നുണ്ട്. ഇല്ല അച്ഛമ്മ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. ഈശ്വര എൻ്റെ മോൾക്ക് എന്നാലും ഈ ഒരു അവസ്ഥ വന്നൂല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി ഇവിടെ ചോദിക്കുമ്പോൾ പറയും സച്ചിയേട്ടൻ ബാത്റൂമിലുണ്ട്, അച്ഛമ്മയോട് വിളിച്ച് പറയാത്തതിൻ്റെ പേരിൽ അച്ഛമ്മ വന്നത് പറഞ്ഞപ്പോൾ ഇനി ഇറങ്ങില്ല സച്ചിയേട്ടൻ എന്ന് പറയും. എടാ സച്ചി വാതിൽ തുറക്കടാന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ വാതിലുമ്പോൾ തട്ടാണ്. പേടിച്ചിരിക്കുക ഉള്ളിലേ പറയുകയാണ്. അപ്പോൾ രേവതി എന്നിട്ട് കുറേ നേരം തട്ടുമ്പോൾ സച്ചി പറഞ്ഞു അച്ഛമ്മ എപ്പോൾ വന്ന് ചോദിക്കും ഇവിടെ വാടാ എന്നിട്ട് ചെവി പിടിച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ട് പറയും നിനക്കിതൊന്നും എന്നോട് പറയാൻ പറ്റിയില്ല എൻ്റെ മോൾക്ക് വയ്യാതെ ഇതല്ലേ, ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയേണ്ടത്, ഇതൊക്കെ ഞാൻ അപ്പം അറിയേണ്ട വിഷയങ്ങളല്ലേ, നീ നിന്നെ ഞാൻ എന്തിനാണ് അത്രയും വളർത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ ചെവി പിടിച്ചിങ്ങനെ കിഴക്കുമ്പോൾ സച്ചിവർ അയ്യോ വേദനിച്ചിട്ട് വയ്യ അച്ഛമ്മേ, വേദനിച്ചിട്ട് വയ്യ അച്ഛമ്മേ, ചെവി വിട അച്ഛമ്മേ, ഞാൻ പറയാഞ്ഞത് അച്ഛമ്മയ്ക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കിടന്ന് വേദന കൊണ്ട് പൊളയാണ്. എന്നിട്ട് അങ്ങനെ ചെവി വിടാണ്. അത് കഴിഞ്ഞിട്ട് പറയും ഇനി എന്തായാലും എൻ്റെ രേവതി മോളെ മാറി കഴിഞ്ഞിട്ട് അച്ഛമ്മ ഇവിടെ നിന്ന് പോകണല്ലോ, എൻ്റെ മോളെ എഴുന്നേറ്റ് നടക്കാറായിട്ട് ഞാൻ പോള് പറഞ്ഞു അതൊക്കെ ഞാൻ ടപ്പ് ചെയ്യുന്നതാണ് ഇത് നടക്കില്ല അച്ഛമ്മ പറയും. എന്നിട്ട് പറയും നീ ഈ വീൽ ചെയർ മേടിച്ചോളൂ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്താനാണ്, ഇവിടെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറക്കിയിട്ട് ഒരു കാറ്റും വെളിച്ചൊക്കെ കാണിക്കണ്ടേ സച്ചി, അവൾക്കപ്പം മനസ്സിനൊരു സന്തോഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങനെ വീൽ ചെയർ എടുത്ത് വാ മോളെ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് വീൽ ചെയർ ഉരുട്ടണ സമയത്ത് വീൽ ചെയർ ഉരുട്ടിയിട്ട് പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് സച്ചിയും ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ പറയാണ് മോളെ എന്തൊരു കഷ്ടകാലം എൻ്റെ മോൾക്ക്, ആരെന്നാലും എൻ്റെ മോളോട് ഇത് ചെയ്ത്. അപ്പോൾ സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്, അച്ഛമ്മ ആര് ചെയ്താലും അവർക്കെതിരെ പോലീസ് ആക്ഷൻ എടുത്തോളൂ എന്നൊക്കെ പറയണ രേവതി. അപ്പോൾ സച്ചി വന്നിട്ട് പറയും പരാതി കൊടുത്തിട്ടുണ്ട് അച്ഛമ്മേ. അപ്പോൾ രേവതി പറയും ഏകദേശം ഒരാളെ മനസ്സിലായിട്ടുണ്ട് അച്ഛമ്മേ, അവനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പറയും. അതാരാ ചോദിക്കുമ്പോൾ പറയും ഗജാനൻ്റെ മണ്ട് ഒരുത്തനാണ്, കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവനാണ്, അവനും സച്ചിയേട്ടനും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്, അവന് സച്ചിയേട്ടനോട് ഭയങ്കര പകയുണ്ട്, ആ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയും രേവതി. അപ്പോൾ സച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ ഞാനാണോ അവിടെ വളർത്തി അതോ നിന്നെ ചന്ദ്രമതിയാണോ വളർത്തി ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും എനിക്ക് നാളെ തോന്നുന്നു നിന്നെ വളർത്തിയല്ലേ, എടാ രേവതി മോളെ എങ്ങനെ ചെയ്തിട്ട് നിനക്ക് അവൻ്റെ 4 എണ്ണം കൊടുക്കാൻ തോന്നിയില്ലെന്ന് ചോദിക്കും. അപ്പോൾ രേവതി അച്ഛമ്മേ പറയും അല്ല പോയി 4 എണ്ണം കൊടുത്തിട്ട് വന്ന് നിൽക്കടാ ഉശിരോട് കൂടിയിട്ട്, അങ്ങനെയല്ലടാ സ്വന്തം ഭാര്യനെ വേറൊരാളെ ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ വേണ്ടത്, നിന്നെ ഞാൻ അങ്ങനെയല്ലല്ലോ വളർത്തിയേക്കണം, എന്നിട്ട് പിടിച്ചു കെട്ടി തല്ലി തവിടുപടിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടണ്ടാ സച്ചി, അതല്ലേ വേണ്ടത്. അപ്പോൾ പോലീസുകാർക്കും പണി എളുപ്പമാണ്, അവർക്കും നിന്നോടൊരു കടപ്പാടുണ്ടാവും, ഇവന് 4 എണ്ണം കൊടുക്കണം എന്നുള്ള നിൻ്റെ കൈത്തെരിപ്പും ചീരും, അങ്ങനെയാണ് വേണ്ടത്. രവീന്ദ്രൻ പറയും എന്താമ്മേ നിയമം കയ്യിലെടുക്കാൻ നമുക്കാർക്ക് അധികാരം, ഒന്നും മിണ്ടാതിരിക്കണം സച്ചി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പോയി 4 എണ്ണം കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ സച്ചി ഓൾറെഡി 4 എണ്ണം കൊടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ സച്ചിക്ക് സന്തോഷമാവും അച്ഛമ്മയുടെ ഈ സംസാരം കേൾക്കും. അല്ല പിന്നെ അച്ഛമ്മ പറഞ്ഞ പിന്നെ അതിൽ അപ്പീലില്ല അച്ഛമ്മേ, ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറയുകയാണ് സച്ചിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ സച്ചി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം രേവതിക്കറിയാം, രവീന്ദ്രൻ അറിയില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ രേവതിയുടെ അടുത്ത് വന്നിട്ട് അവളുടെ കാലിൻ്റെ അവിടെ ഇരിക്കുക, എന്താ അച്ഛമ്മയെ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ കാലിൻ്റെ അവിടെ ഇരുന്നിട്ട് എൻ്റെ മോളുടെ ഈ അസുഖം മാറണം, എൻ്റെ മോളെ സച്ചിനെ കിട്ടിയ നീ ഭാഗ്യവതിയാണ്, അവൻ നിന്നെ പൊന്നു പോലെ നോക്കും, നിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് വേറൊരാളും അവൻ്റെ ഭാര്യയാണെന്നുള്ള നിലയ്ക്ക് വേറൊരാളും നിന്നെ തൊട്ടുപോലും നോവിക്കാൻ ഇനി ധൈര്യപ്പെടില്ല, അതിൻ്റെ ആണത്തുള്ളവനാ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ സച്ചീനെ പറ്റിയിട്ട് രേവതിയോട് തോരാതെ സംസാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ രേവതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ രേവതി ഭയങ്കര സന്തോഷത്തിൽ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കണം. ആ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ ക്ലൈമാക്സ്. അപ്പം നാളത്തെ കഥയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.